ക്യാരക്ടറിന്റെ നോക്കുവാണെങ്കിൽ ഇപ്പൊ ക്യാരക്ടേഴ്സൊക്കെ ആണല്ലോ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നുമല്ലോ ഓക്കെ ഇത് നമുക്ക് സ്യൂട്ട് ആവുന്ന ആളാണ് എല്ലാ വൈബ് കണ്ടിപ്പാ സൂട്ട് ആവുന്ന ആളല്ലേ ഇവള് നമുക്ക് പാരട്ടെ അമ്മ வந்து introvert അമ്മ வந்து extrovert ഇല്ലല്ല അതിന് ഞാൻ പറയാം അപ്പ வந்து മാറ്റി സംസാരിക്കുക അമ്മ வந்து ലൗഡാ സംസാരിക്കുക ആ എന്താണെന്നറിയോ അപ്പ வந்து എല്ലാം അപ്പനുള്ളിൽ വെച്ചിരിക്കുക അമ്മ வந்து എല്ലാം വെളി തുറന്നു പറയും ആ I tell you why അപ്പ வந்து എല്ലാം ചിട്ടയായിട്ടിരിക്കുക അമ്മ ചിട്ടയായിരിക്കും പക്ഷെ വേറെ മാതിരി അപ്പ வந்து എല്ലാം അലമ്പാക്കും അമ്മ வந்து അതിനെ ശരിയാക്കും അപ്പൊ എങ്ങനെ ക്യാരക്ടർ സിമിലർ ക്യാരക്ടർ അല്ല how is current is happening electricity how is an electricity flow happening tell me physics you have learned என்ன லேண்ட் அதுல ஃபெயில் അതാണ് അല്ലല്ല there is a positive and negative current அது கரெக்ட் அப்பவே power ഉണ്ടാവും நார்த் போல் சவுத் போல் கரெக்ட் ஆப்போசிட் அட்ராக்ட் ஈச் அதர் அப்போ you have corrected your statement yes you have corrected your statement you have corrected your statement கரெக்ட் அண்ணா என்ன கேட்டாரு இந்த மாதிரி வந்து கேரக்டர் இப்படிலாம் இருக்கு சிமிலர் அப்படினு கேக்க அப்ப நான் வந்து சிமிலர் இல்ல I asked ആ വൈബ് മാച്ച് ആവുന്ന എന്തൊക്കെ talking കൊണ്ടാണ് about not the character ഫൈൻ ബട്ട് ഷീ സെഡ് ക്യാരക്ടറിൽ ഡിഫറൻസ് ഉണ്ട് difference ഉണ്ടാവണല്ലോ ഞാൻ പറയാം I am a male she is a female മൊത്തത്തിൽ മാറിയില്ലേ മൊത്തം മാറി I am a male she is a female the hormones are different இது ஒரு டிஃபரன்ஸ் yes that's a major difference நான் சொன்னதா அந்த கரெக்ட் that's a major difference பின்ன மேல சரி இன்னைக்கு இருக்க முடியும் பட் நீ அன்னைக்கு இல்ல this advanced lifestyle ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ശിവാംഗി ഇല്ല ചേട്ടാ ഒന്ന് ക്യാരക്ടർ വൈബ് അങ്ങനെ ചോദിച്ചില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വൈബ് ഇങ്ങനെയാ അങ്ങനെ അതെ അത് ക്യാരക്ടറിന്റെ ഒരു പ്രസന്റേഷനിൽ വ്യത്യാസം ഉണ്ടെങ്കിലും മനസ്സിൽ ഏകദേശം ഇപ്പോൾ ഞങ്ങൾ ഒരു എബ്രോഡ് എടുത്ത് ഫോർ എക്സാമ്പിൾ പറയാം ഞങ്ങൾ ആ കൺട്രിയിലെ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരും ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ചിലർക്ക് അയ്യോ എനിക്ക് ഒത്തിരി പേര് ആ കൺട്രിയിലെ ഫുഡ് ഇഷ്ടപ്പെടില്ല കയ്യില് ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകും അല്ല ഇവിടുന്ന് പോട്ടെ അവിടുന്ന് വെളിയിലൊന്ന് ഒരു ഷോപ്പിങ്ങിനോ എന്തെങ്കിലും ഇറങ്ങിയാ പുളിയോദരം തരിസാദം കൊണ്ടുപോകുന്ന ആൾക്കാരെ അറിയാം പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഒരേപോലെ നമുക്ക് ആ കട കറക്റ്റായിട്ട് ഒരേ കട കയറും അവിടെ പോയി കഴിക്കും ഞങ്ങൾ അങ്ങനെ ചില്ല് ചെയ്യാൻ ഇഷ്ടമുള്ളതാണ് ഒരു ഒന്നും വേണ്ട ഒരു ഫ്ലൈറ്റിൽ പോയാൽ തന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഫ്ലൈറ്റിൽ എന്ത് ഫുഡ് കഴിക്കണം എന്തൊക്കെ കുടിക്കണം എന്തൊക്കെ ഇത് വേണം എന്ത് കുടിക്കണം എന്ന് പറഞ്ഞാൽ ജ്യൂസിന്റെ വെറൈറ്റി വരെ നമ്മൾ ഒരുമിച്ചാണ് അത് ഒരേപോലെ ആയിരിക്കും ഒരേപോലെ തമാശക്കടയിൽ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം ഈ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അമേരിക്കയിലൊക്കെയാണ് അപ്പോൾ പുള്ളി പറയുന്നത് ഇനി വേണം ദോശ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു ആ ക്ലൈമറ്റിന് അത് നോർത്ത് അമേരിക്കയില അങ്ങ് നോർത്തിലാണ് ആ തണുപ്പ് അനുസരിച്ചിട്ടാണ് അവിടുത്തെ ഫുഡ് നമ്മളിവിടെ കഴിക്കുന്നില്ലല്ലോ അതുപോലെ നമ്മളെക്കാൾ ചെന്നൈയിൽ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് മുകളിൽ കയറുമ്പോൾ ആന്ധ്രയായി ഏറ്റവും കൂടുതൽ എന്താണ് സ്പൈസി ആയിട്ട് ഹൈദരാബാദ് സെയിം ആണ് മെക്സിക്കോ സെയിം ഇക്വേറ്റർ ആ ലാറ്റിറ്റ്യൂഡിന് അതേപോലത്തെ ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് മെക്സിക്കോയിൽ അത്ര എരിവാണ് എന്നാൽ തൊട്ട് മുകളിൽ അമേരിക്കയിലെ എരിവല്ല ഇനി മുകളിലേക്ക് പോയാൽ എരിവെല്ലാം കുറയും യൂറോപ്പിൽ എരിവൊന്നും കഴിക്കുന്നില്ല രാവിലെ ചീസ് കഴിക്കണം നിർബന്ധം ചീസ് നമ്മൾക്ക് ഇവിടെ കഴിക്കാൻ പറ്റുമോ ഇല്ല ചീസ് ഒരു ഗുഡ് ഫാറ്റ് അവരുടെ ചീസ് ഞാൻ പറഞ്ഞ ഗുഡ് ഫാറ്റ് ചീസ് ഒന്ന് നമ്മുടെ ബോഡിയെ വാമാക്കി എനിക്ക് ചീസ് കഴിക്കാൻ വലിയ ആഗ്രഹം പച്ചക്ക് ഇങ്ങനെ എനിക്കിഷ്ടം പക്ഷെ കഴിക്കാൻ പറ്റില്ല പക്ഷെ എപ്പോഴും ചിരിക്കാൻ വേണ്ടി പറയില്ലേ ചീസ് പക്ഷെ ഒരു കാര്യം ശിവാംഗി പറഞ്ഞ കറക്റ്റാണ് കേട്ടോ അതായത് ഞാനത് ഒന്നുകൂടെ ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചതിൽ ആ വൈബ് മാച്ച് ആവും ക്യാരക്ടേഴ്സ് രണ്ടും ഡിഫറെന്റ് ആണ് പക്ഷെ വൈബ് മാച്ച് ആവും അതാണ് യു മെന്റ് റൈറ്റ് എനിക്ക് മനസ്സിലായി ഇപ്പൊ കറക്റ്റ് ആണെന്നുള്ളത് സോ ഇപ്പൊ മോനാണെങ്കിൽ എങ്ങനെയാ ഇപ്പൊ നിങ്ങൾ മൂന്നുപേരും മോൻ എങ്ങനെ അധികം സംസാരിക്കുന്ന ആളല്ല അവനും പക്ഷെ സംസാരിച്ച് തുടങ്ങിയ നന്നായി സംസാരിക്കും പിന്നെ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് ഇവളെ പോലെ ഇച്ചിരി സോഫ്റ്റ് ആണ് ഞാനും സോഫ്റ്റ് അങ്ങനെയല്ല ഞാൻ വന്ന് സംസാരിക്കുന്നത് ചടപട ലൗഡ് ആൻഡ് ഫാസ്റ്റ് അവൻ സോഫ്റ്റ് ആണ് അതെ ഭയങ്കര സ്ലോ സംസാരിക്കാൻ എനിക്ക് പൊறுமைയല്ല അവനെ ഞാൻ തിട്ടും അവൻ ഏത് സിമ്പിൾ ആയിട്ട് ഇവിടുത്തെ ഞങ്ങളുടെ ഫാമിലിയുടെ പേര് സംഗീത ഭവനിലെ പ്രണവ് മോഹൻലാൽ എന്ന് അവനെ വിളിക്കണേ അവൻ ഇപ്പൊ ഒരു സിമിലറിന്റെ അല്ല ക്യാരക്ടർ സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ ഇഷ്ടവും സിമ്പിൾ ആയിട്ട് ഇപ്പൊ അവനെടാ ഇപ്പൊ നമ്മള് ഒരു കാറെടുത്ത് എവിടെയും പോകാന്ന് പറഞ്ഞാൽ ചിലപ്പോ അവൻ ഒരു ചക്കട സ്കൂട്ടർ കയറി അങ്ങനെ പോയി ഒരു സിമ്പിൾ ഷർട്ട് പോടും
അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് പോകും. ഇല്ല, പക്ഷെ എന്നിട്ട് അവൻ സിമ്പിൾ ആയിട്ടും ജീവിക്കുന്ന ആളാണ്. കൂടുതലും അങ്ങനെ ജീവിക്കാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നു. അയ്യാ ജീവിക്കണം. എന്നൊന്നും അവ ഹോസ്റ്റലിലാ ജീവിച്ചേ. സോ എല്ലാം റേഷൻ വെച്ച് പഠിച്ചു പോയി. ഐസ്ക്രീം ഒരു സപ്പോസ് ഇവിടെ ഒരു എനിക്ക് എല്ലാമേ കഴിക്കുന്നതെല്ലാം കുറച്ച് എക്സോട്ടിക്ക വേണം. ഓക്കെ. അപ്പൊ വന്ന് ഞാനൊരു ഐസ്ക്രീം ചിലപ്പോ 400 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചു കഴിക്കും. അവന്റെ അടുത്ത് പോയി കൊടുത്താ 400 ரூபாய்க்கு ஐஸ்கிரீம் சாப்பிடுற அறிவே இல்ல, காசு பத்தி என்ன தெரியும், நாளா 10 ரூபாய்க்கு ஐஸ்கிரீம் சாப்பிடுவேன்னு പറയും. ആ ഒരു ഇത് അതെ. കൃഷ്ണേട്ടനാണെങ്കിലോ ഇപ്പം ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ ആരുടെ ഇപ്പം മോന് കിട്ടിയേക്കുന്നത് കൃഷ്ണേട്ടന്റെ ഒരു ക്യാരക്ടറാണോ അല്ലെങ്കിൽ ശിവാംഗിക്ക് കിട്ടിയേക്കുന്ന ആരുടെ ക്യാരക്ടർ അങ്ങനെ നോക്കുവാണെങ്കിൽ? അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ദേ ഹാവ് ടു ലിവ് ദെയർ ഓൺ ലൈഫ്. സോ ഫ്രീഡം ഫോർ എക്സ്പ്രഷൻ ആൻഡ് ഫ്രീഡം ഫോർ ലൈഫ്, വാട്ട് എവർ ദേ വോണ്ട് ടു ഹാവ്. നമ്മുടെ ശരീരമല്ല. നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അവർക്ക് ദാഹം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നുകയാണെങ്കിൽ അവർക്കല്ലേ അറിയുള്ളൂ. സോ അത് ഇറ്റ് ഈസ് ദെയർ ഫ്രീഡം ടു ഹാവ് വാട്ട് എവർ ദേ വോണ്ട് ടു ഈറ്റ് ഓർ വാട്ട് എവർ ദേ വോണ്ട് ടു ഹാവ് വാട്ട് എവർ വേർ എവർ ദേ വോണ്ട് ടു ഗോ. നമ്മുടെ ഇമ്പൾസ് പറയും ഇന്നിപ്പോൾ അവിടെ പോകണ്ട, അപ്പോൾ നമ്മൾ വിചാരിക്കും പോകണ്ടെന്ന്. അങ്ങനെയാണല്ലോ എല്ലാവരും. പക്ഷെ അതിനെ ഞാൻ അങ്ങനെ ഇമ്പൾസിനെ ഒന്നും തടുത്ത് നിർത്താറില്ല. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പാരന്റിങ് അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് നോക്കുമ്പോൾ ഇപ്പം മക്കൾക്ക് മാക്സിമം ഫ്രീഡം കൊടുക്കുക എന്നുള്ളൊരു ആ ഒരു ഇത് അത് നിങ്ങൾ അത് എസ്പെഷ്യലി ഇവരുടെ സ്കൂൾ ഡേയ്സിലാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഓപ്പൺ ഡേ എന്നൊരു പരിപാടി ഉണ്ട്. എന്ന് വെച്ചാൽ ഈ മാർക്കെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയം. അപ്പം ഞാനിങ്ങനെ ഞാൻ അതിന് മുമ്പേ ഒന്ന് റെഡിയാവും എങ്ങനെ അത് അഭിമുഖീകരിക്കണം. നമ്മളെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന പോലെ. അല്ല വാസലല്ല, ഓരോ ടീച്ചേഴ്സും അങ്ങനെ പഠിക്കുന്നില്ല, നേരെ ചേട്ടാ ഞാൻ ഭയങ്കര ആബ്സെന്റ് മൈൻഡാ. ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ഉണ്ടല്ലോ എവിടെയോ അത് ഇൻട്രസ്റ്റിംഗ് ഇല്ലെങ്കിൽ ഞാൻ എവിടെയോ പോയിട്ട് വരും. എന്നിട്ട് ഞാൻ മറന്നേ ഓ ഈ ടീച്ചറിന്റെ പീരീഡ് ആയിരുന്നു ഇത് അങ്ങനെയെന്ന്. ഓപ്പൺ ഡേക്ക് അതിപ്പോ മനസ്സിലായില്ല. അനിയന്റെ കാര്യം പറഞ്ഞപ്പോ ഓപ്പൺ ഡേക്ക് മറ്റേ അടുത്ത പേഷ്യന്റ് വരൂ എന്ന് പറഞ്ഞാൽ ചെയറിൽ പിടിച്ചിരിക്കും. അതുപോലെ എന്താണ് വെച്ച് നോക്കത്തില്ല, നമുക്ക് നെഞ്ചെടുപ്പ് അറിയാം, അവർക്ക് കണ്ടോണ്ടിരിക്കല്ലേ. അപ്പോൾ ഉടനെ ആ കേസ് ഷീറ്റ് എടുത്ത് വെക്കും, അത് ആൻസർ പേപ്പർ എടുത്ത് വെക്കും. ഇങ്ങനെ നമ്മുടെ മുമ്പേ ഓരോന്നായിട്ട് വിരിക്കും, നമ്മുടെ മറ്റേ സ്കാൻ റിപ്പോർട്ട് പോലെ. പിന്നെ വിരിച്ച് അത് മാർക്ക് കണ്ട് ഇങ്ങനെ കാണിക്കും, വായിക്കത്തുപോലും ഇങ്ങനെ കാണിക്കും ഇങ്ങനെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കിറ്റ്കാറ്റോ ഇങ്ങനെ സാധനങ്ങളെ കയ്യിലുണ്ടാവും. എന്ന് വെച്ചാൽ വഴക്ക് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തല കുനിഞ്ഞ് വളരെ സങ്കടമായിട്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇന്ന് ഭയങ്കര തല ഉയർത്തിയാണ് നിൽക്കണേ. വി ആർ വെരി വെരി മച്ച് പ്രൗഡ് എന്ന് എല്ലാവരും അപ്പ അമ്മ പറഞ്ഞ എൻ്റെ അച്ഛൻ ഇവരുടെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. എൻ്റെ അച്ഛനും പ്രൊഫസറായിരുന്നു. എത്രയോ സ്റ്റുഡൻസിനെ അവർ നേരിട്ട് കണ്ട് അവരുടെ സൈക്കോളജി മനസ്സിലാക്കി ബിഹേവ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കൊച്ചിലേ മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ നോ ഹൗ ടു ഇതെങ്ങനെ ഒരു ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചാലേ ഉള്ളൂ എന്നുള്ള കാര്യമില്ല. നമ്മൾ പഠിക്കണം, സ്കൂളിൽ പോയി പഠിക്കുന്ന. ഞാനിപ്പോഴും എല്ലാവരോടും പറയുന്നത് സ്കൂൾ കോളേജിൽ പഠിച്ചിരിക്കണം എന്ന് പറയാൻ കാരണം എങ്ങനെ ബാക്കി ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ ഓൺലൈനിലേക്ക് മാറിയതുകൊണ്ട് അതൊരു അൺഫോർച്ചുനേറ്റാണ്. പല കുടുംബത്തിൽ നിന്ന് വരുന്ന പിള്ളേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇൻട്രാക്ടിങ് ഒരു കൾച്ചർ കിട്ടും. ഹൗ ടു ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പഠിത്തം സെക്കൻഡറി ആണെന്ന് ഞാൻ പറയുള്ളൂ. റിയൽ ആയിട്ട് പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ഇവര് ഒന്ന് എന്നെ എല്ലാ ട്രിപ്പിനും അയക്കായിരുന്നു. ട്രിപ്പിൽ നിറയെ ഡ്രാമ നടക്കും. അപ്പൊ എനിക്ക് അതെല്ലാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ പ്രാവശ്യം ട്രിപ്പിൽ പോയുമ്പോ ഞാനായിരുന്നു എല്ലാ ലീഡെല്ലാം എടുത്ത് എല്ലാരും വന്ന് അടിച്ച് എഴുന്നേപ്പിച്ച് കൂട്ടിട്ട് വന്ന് ഓണാക്കുന്നത്. അപ്പം ഈ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ തരുമല്ലോ. അപ്പൊ കേട്ടിരുന്ന ഏറ്റവും എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ശിവാംഗിയെ പറ്റി സ്കൂളിൽ? അല്ല, ഏതൊക്കെ സബ്ജക്ട് വീക്ക് ആണെന്നുള്ളത് നമുക്കറിയാലോ. നമുക്ക് തന്നെ എനിക്ക് കണക്ക് വരില്ല. കണക്കാ BSc മാത്സ് കഴിഞ്ഞിട്ട് കണക്കില് കണക്കാന്ന്. അതായത് അല്ല കണക്ക് അച്ഛൻ ഈ 2 ടേബിൾ 1 ടേബിൾ 3 ടേബിൾ അതല്ലായിരിക്കുന്നു അല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ പഠിച്ചത്. പക്ഷെ എനിക്ക് പ്രോപ്പർ രജിസ്റ്റർ ആയത് 3rd സ്റ്റാൻഡേർഡില. അത്ര വീക്ക് സ്ലോ മാത്സില്. എനിക്ക് വരില്ല. പക്ഷെ അപ്പൊ മാത്സിൽ പുലിയായിരുന്നു. അതും എന്റെ താത്ത മാത്സിൽ പുലിക്കോ അച്ഛൻ. അപ്പൊ ഒന്ന് അതാണ് പുലിമുരുകൻ. അതാ. അപ്പൊ എന്റെ താത്താനല്ല എന്നെ കാണുമ്പോൾ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. കോളേജിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് കല്യാണം സുന്ദരം സാർ, പ്രൊഫസർ കല്യാണം സുന്ദരം സാർ. സോഷ്യലി വളരെ എല്ലാവർക്കും അത് കല്യാണ സുന്ദരം സാറോட പേത്തി
കൊച്ചുമോളല്ലേ കൊച്ചുമോള് മാത്സ് കൂടെ വരുന്നില്ല അതിന് പറഞ്ഞു എന്റെ നിറയെ തെറ്റി. എത്ര മാർക്കായിരുന്നു? 50? 50 ഞാൻ 9 വാങ്ങിക്കുന്നു. അതെ എൻ്റെ അച്ഛൻ പറയുമായിരുന്നു എത്രടാ 59. കിട്ടിയത് സ്റ്റേറ്റ് ബോർഡിന് ഔട്ട് ഓഫ് 200 ഒരു സബ്ജക്ട് 200 മാർക്സ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ 40 മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ 200ക്ക് എവ്വളോ മാത്സ് 80. 80 ഔട്ട് ഓഫ് 200 ഫെയില്. അതിക്ക് താഴെ ഫെയില്. പക്ഷേ ഗുഡ് മാർക്ക് എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 9-ന് ഇതുണ്ട് 50-ന് 9 50-ന് 50 അങ്ങനെ അപ്പൊ അങ്ങനെ പറയുന്ന പ്രശ്നമില്ല. എനിക്കില്ലേ മാത്സ് എക്സാം വരുമ്പോ എല്ലാം പാനിക് അറ്റാക്ക് ആയി ഞാൻ പോയി അഡ്മിറ്റ് ആവും ഹോസ്പിറ്റലിൽ.